ഹലോ, കുറേ നാളായില്ലേ ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് കാണിച്ചു തന്നിട്ട്. ആ ടാങ്കിൻ്റെ പണിയൊക്കെ കാരണം ആകെ വൃത്തികേടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്ത് എല്ലാത്തിലും പുല്ലൊക്കെ മുളച്ച് പിന്നെ കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കാനിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്നും കാണിച്ചു തരാൻ കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള കൊങ്ങിണിയും അതുപോലെയൊക്കെ വെട്ടി ഒക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെ അതൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ചെടി അത് നല്ല വെയിലേറ്റിട്ട് നന്നായിട്ട് കരിഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ 2 വേനൽ മഴ കിട്ടിയപ്പോഴേക്കും ആൾ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് വെട്ടി ഒതുക്കണം. ഇത് പുതിയതായിട്ട് വാങ്ങിയ ചെത്തിയാണ്. പിന്നെ ഞാനിത് ഉള്ളി മുളപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെയാണ്. അപ്പോഴാണ് മുകളിൽ കുറച്ച് നനവുണ്ട്. അപ്പോൾ ആൾ മുകളിലേക്ക് പെയിൻ്റ് അടിക്കാൻ, അതായത് നനയാണ്ടിരിക്കാനുള്ള പെയിൻ്റ് അടിക്കാൻ വേണ്ടി കോണിയൊക്കെ വെച്ചിട്ട് പാവം നമ്മുടെ ഉള്ളീനെയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പൊമ്പഗ്രാനൈറ്റ് കണ്ടോ, നിറച്ച് പൂക്കളായിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കർട്ടൻ പ്ലാന്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഫേണിൻ്റെ മുന്നിൽ കർട്ടൻ പോലെ അത് തൂക്കിയിടാനാണ്. നമ്മുടെ പുല്ലിനെയൊക്കെ ഞാനൊന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ബുദ്ധൻ്റെ ആ സൈഡിൽ ഇവിടെയൊക്കെ ഞാൻ എന്താ വെച്ചാൽ കൊങ്ങിണിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളയും അതുപോലെ തന്നെ റോസ് കൊങ്ങിണിയും ഒരു പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ ഇങ്ങനെ കുട മാതിരി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഒരു ഏരിയയിൽ ഞാൻ പീസ് ലില്ലി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കപ്പലണ്ടി ചെടിയില്ലേ, മഞ്ഞപ്പൂവ് ഉണ്ടാവുന്നത്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പീസ് ലില്ലി കപ്പലണ്ടി പൂവൊക്കെ മഴ പെയ്താലും പൂവുണ്ടാവുമല്ലോ. അപ്പോൾ പുല്ല് മാത്രമല്ല, കുറച്ച് പൂക്കൾ